ഇന്ന് കുറച്ച് കക്കിറച്ചി വാങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഫ്രൈ ആക്കണില്ല, ഒരു മീഡിയം ഫ്രൈ ചെയ്ത് നമുക്കെടുക്കാം. അതിനായിട്ട് നമ്മൾ കക്കിറച്ചി നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ആ അഴുക്ക് കളയണുണ്ട്. അഴുക്ക് കളയേണ്ട ആവശ്യമില്ല എന്ന് ചിലവർ പറയുന്നുണ്ട്, ചിലവർ പറയും അത് കളയണമെന്ന്. എന്തായാലും ഞാനതിനെ കളയുന്നുണ്ട് എൻ്റെ ഒരു മനസ്സമാധാനത്തിന്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിനകത്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന കക്കിറച്ചിയാണത്. പിന്നെ നമുക്കത് കറി വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയും വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ആ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ എണ്ണയിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കക്കിറച്ചി ചിലവർ ആദ്യം തന്നെ ഒന്നും കൂടെ വേവിക്കും, മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഈ കക്കിറച്ചി ഓൾറെഡി വെന്ത് വരുന്ന സാധനമാണ്. ഇനി അത് രണ്ടാമതൊന്നും കൂടെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് ഇതിനാവശ്യം മസാലകളൊക്കെ ചെന്ന് നല്ല വെളിച്ചെണ്ണയിൽ ഇത് റെഡിയായി വരാമെന്നുള്ളതാണ്. അപ്പോൾ അതേ നമ്മളെടുത്തേക്കുന്ന പൊടികളെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയാണ് ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ളത്. കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണം മുന്നിൽ നിൽക്കാനായിട്ട്. അപ്പോൾ മുളക് പൊടി കുറച്ചെടുത്താൽ മതി. അപ്പോൾ അതേ നമ്മൾ എല്ലാ പൊടികളും ഈ മൂത്ത് വന്നിട്ടുള്ള ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വഴറ്റിയെടുത്ത് ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ കക്കിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, ഈ മസാലയിലേക്ക്. എന്നിട്ട് കക്കിറച്ചി നന്നായിട്ട് തന്നെ ഈ നമ്മുടെ ഈ മസാല കക്കിറച്ചിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്കിതിനെ തട്ടിപ്പൊത്തി അവിടെ അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് നേരം ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വെന്ത് വരണം. ഈ കക്കിറച്ചി വെളിച്ചെണ്ണയിൽ വേണം ഇത് ഫ്രൈ ആയിട്ട് വരാൻ, എന്നാലാണ് ഇതിൻ്റെ ഒരു രസം. പിന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കക്കിറച്ചി ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ടാവും. പിന്നെ കുരുമുളക് പൊടി അപ്പം എടുത്തത് കൂടാതെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി അഡീഷണലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണല്ലോ മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ അത് കാരണം കുരുമുളക് പൊടി അത്യാവശ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മേലെ തൂവി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കക്കിറച്ചി നല്ല അടിപൊളിയായിട്ട് വരണണ്ടില്ലേ. ഇതെല്ലാം മസാലകളെല്ലാം തന്നെ എല്ലാ ഭാഗത്തും പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. അധികം ഫ്രൈ ചെയ്തൊന്നും എടുക്കണ്ട. അധികം ഫ്രൈ ചെയ്തെടുത്താൽ ഇത് കഴിക്കുമ്പോൾ റബ്ബർ പോലെ ഇരിക്കും. ഇതല്ല, ഈ ഒരു പരുവത്തിലാകുമ്പോഴേക്കും നല്ല രസമുണ്ടാവും ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ അതേ ചോറെടുത്തിട്ടുണ്ട്. പല്ലിമീൻ കറിയാണ്, പിന്നെ കക്കിറച്ചി, പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടി തോരൻ വെച്ചതും. പിന്നെ ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.